ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റിലും ഉരുകിയ അവസ്ഥയിൽ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലായിരിക്കുമ്പോഴും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതോടൊപ്പം കെമിക്കൽ ചേഞ്ചസിനും കൂടി അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച്. മോൾട്ടൺ സ്റ്റേറ്റിലും ഉരുകിയ അവസ്ഥയിലും അക്വസ് സൊല്യൂഷനിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കെമിക്കൽ ചേഞ്ചസിനും കൂടി അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അടുത്തത്. അവിടെ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച്, ഇതൊരു പ്രോസസ്സാണ്. ദ ഇലക്ട്രോലൈറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ് വെൻ ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ഇറ്റ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോലിസിസ്. ആ പ്രോസസ്സിനെ. അങ്ങനെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ കെമിക്കൽ ചേഞ്ചസിന് അണ്ടർഗോ ചെയ്യുന്ന സബ്സ്റ്റൻസിന് നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോലൈറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോലൈറ്റുകളാണ് ഇലക്ട്രോളിസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അത് ഏതൊക്കെ വരാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. നോക്ക്, ഈ ഇലക്ട്രോലൈറ്റുകളിൽ സാധാരണ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസിന് കാരണക്കാരനാവാറുള്ളത് അയോണുകളാണ്. എന്നാൽ മെറ്റലുകളിൽ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസിന് കാരണം വൈദ്യുത പ്രവാഹത്തിന് കാരണമായിട്ട് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രോണുകളാണ് മെറ്റൽസിൽ. അതേ സമയത്ത് ഇലക്ട്രോലൈറ്റിലാണെങ്കിൽ അയോൺസാണ്. അത് ഏതൊക്കെ വരും എന്നറിയോ? കാറ്റയോൺസ് വരാം, അല്ലെങ്കിൽ ആനോൺസ് വരാം. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ വരാം, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ വരാം. ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല, ഒന്ന് നോക്കേ. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ആസിഡുകൾ ഇലക്ട്രോലൈറ്റുകളാണ്. HCl, H2SO4, HNO3 പോലുള്ളത്. കാരണം ഇവർ അയോൺസ് ആയിട്ട് നിൽക്കും. എങ്ങനെ അയോൺസ് ആയിട്ട് നിൽക്കുക? H+ഉം Cl- അപ്പോൾ കാറ്റയോണായിട്ട് H+ ഉണ്ട്, ആനയോണായിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള Cl- ഉണ്ട്. H2SO4ൻ്റെ കേസിൽ കാറ്റയോണായിട്ട് H+ ഉണ്ട്, ആനയോണായിട്ട് SO4 ഉണ്ട്. HNO3യുടെ കേസിൽ കാറ്റയോണായിട്ട് H+ ഉണ്ട്, ആനയോണായിട്ട് NO3- ഉണ്ട്. ഇതാണ് ആസിഡ്. ഇത് ഇലക്ട്രോലൈറ്റുകളാണ്. ഇനി ബേസുകളും ഇലക്ട്രോലൈറ്റുകളായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. വാട്ടർ സോളുബിൾ ബേസിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി കേട്ടോ. എല്ലാ ബേസും എന്തല്ല? ആൽക്കലി അല്ല. പക്ഷെ എല്ലാ ആൽക്കലിയും ബേസ് ആണ്. വാട്ടർ സോളുബിൾ ബേസിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി. ഈ ബേസുകൾ വാട്ടറിൽ സോളുബിൾ ആയതുകൊണ്ട് അതിനെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കലി. ക്ലിയർ? ഇപ്പം NaOHൽ Na+ഉം OH- ആയിട്ട് അയനൈസ് ചെയ്യും. KOHൽ K+ഉം OH- ഇവരും ഇലക്ട്രോലൈറ്റാണ്. ഇവർ ഇലക്ട്രോലൈറ്റ് ആവുന്നതോടൊപ്പം തന്നെ ഇലക്ട്രോളിസിസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാരണം ഇലക്ട്രിസിറ്റി അതിനകത്ത് കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കെമിക്കൽ ചേഞ്ചസിന് അണ്ടർഗോ ചെയ്യും. ഇനി മറ്റൊന്നൊക്കെ NaCl അക്വസ്, വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അക്വസ് മീഡിയത്തിലുള്ള NaCl, KCl ഇതൊക്കെ ഇലക്ട്രോലൈറ്റുകൾക്ക് എക്സാമ്പിളുകളാണ്. ദെൻ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇപ്പം നമ്മൾ ഇലക്ട്രോലൈറ്റ് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എടുത്തു, എന്നിട്ട് അതിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക. ഓക്കെ, ഇൻ ഇലക്ട്രോലൈറ്റ് ദ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ആനോഡ് വിച്ച് ഈസ് പോസിറ്റീവ് ഇലക്ട്രോൺ. ആ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ആനോഡാണ്, അവിടെ ഓക്സിഡേഷൻ നടക്കുക. നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്, അവിടെ റിഡക്ഷൻ ആണ് നടക്കുക. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും, കാഥോഡിൽ റിഡക്ഷൻ നടക്കും.